അപ്പൊ എന്റെ ഈ ഒരു പ്രയത്നം, അതായത് ഈ പറയുന്ന എല്ലാവരുടെ മുമ്പിൽ അവരൊന്ന് എത്തിക്കണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രയത്നം. കാരണം ആ ഒരു അദൃശ്യമായ ശക്തിനെ ഈ പറയുന്ന 8 ബില്യൺ ആൾക്കാരുടെ മുമ്പിൽ എത്തിക്കണം. ഓക്കെ, അതായത് ആ ഒരു 13 ഫാമിലിസിന്റെ മുഖം ഒന്ന് വലിച്ചു കയറണം, അതോടൊപ്പം തന്നെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിപ്പോ എല്ലാവർക്കും മനസ്സിലാക്കണം അല്ലെ? എപ്സിൻ ഫയൽ എല്ലാം പുറത്തിറങ്ങി. ഇത് ഈ ഡൊണാൾഡ് ട്രംപിന്റെ മുഖവും ഈ പറയുന്ന ലോകത്തുള്ള എല്ലാവിധ സമ്പന്നന്മാരും എലോൺ മസ്കും ഇവരുടെ എല്ലാവരും ആ ഒരു അത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൂഗിളിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഓഫ് അല്ലെ ഓൺലൈനിൽ വന്ന് ലോകം മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യർ ചെയ്തതായിരിക്കും. അതായത് ഈ പറയുന്ന ഗൂഗിൾ ആണെങ്കിലും ഇതെല്ലാം നിയന്ത്രിക്കുന്ന അവരാണ്. എന്നിട്ടും അത് പുറം ലോകം അറിഞ്ഞു. ഓക്കെ, ഇതെല്ലാം ഈസിലി അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും സാധിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സത്യം. ആ ഒരു സത്യത്തിന്റെ ബലത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ പറയുന്ന ഇലുമിനാറ്റി സൊസൈറ്റി എക്സ്പാൻഷൻ കഴിഞ്ഞ കൊല്ലം എഴുതിയതും അത് തന്നെയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലം തന്നെയാണ് 30-ാം തീയതി, ഓക്കെ, ഏപ്രിൽ 30-ാം തീയതി ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് എർത്ത് സംരക്ഷിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഫോട്ടോ ഇട്ടത്. ഓക്കെ, അതൊക്കെയാണ് എന്റെ ആദ്യത്തെ ഒരു ഫോട്ടോസ്. അതിനുശേഷമാണ് വീഡിയോസ് എല്ലാം ഈ ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി അലൈൻഡ് ചെയ്ത കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്റെ വേറൊരു ലോ, ഐ ഓൾറെഡി വിൻ ഇൻ മൈ ലൈഫ്, ഐ നോ ദ ഫ്യൂച്ചർ. ഓക്കെ, അതായത് എനിക്ക് എന്റെ ഫ്യൂച്ചർ അറിയാം. അതായത് എന്റെ ഫ്യൂച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമസ്ത സൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതായത് ലോകത്തുള്ള എല്ലാവരുടെ പട്ടികസുഖം മാറി പ്രപഞ്ചവും ഈ പറയുന്ന പ്രകൃതിയും ഭൂമി ജലം വായു അഗ്നി ആകാശം എല്ലാം പരിശുദ്ധമാക്കാനുള്ളതാണ് എന്റെ സ്വപ്നം, എന്റെ ഡ്രീം. അപ്പൊ അത് കഴിയുമ്പോൾ സമസ്ത സൃഷ്ടിയുടെയും പുനഃസ്ഥാപനം കഴിയും. അപ്പൊ അതെല്ലാം ഞാൻ ഈസിലി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അത് വലിയ കാര്യമില്ല. കാരണം ഇത് കണ്ടില്ല, ഇവിടം വരെ എത്തി. ഓക്കെ, ഇനി എത്താൻ പോണതും എല്ലാവർക്കും സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ പ്രവാസികളെല്ലാം നാട്ടി വരുന്നതാണ്. ഓക്കെ, ഈ പറയുന്ന അപ്പന്മാരായ വേസ്റ്റുകളെല്ലാം ഞാൻ കഴുകിക്കളയുന്നതാണ്. ഓക്കെ, കാരണം അങ്ങനെ കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇവിടെ ന്യായവും നീതിയൊന്നും കിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഒരാള്, ഓക്കെ, തലനാട് രക്ഷപ്പെട്ടത് മെട്രോ പില്ലറെ കുടിഞ്ഞു വീണത്. അതായത് ഈ മിഡിൽ ക്ലാസ് ആയ ആൾക്കാരെ കൊന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് അവർ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന കറപ്ഷൻ അപ്പൊ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യണം. എല്ലാവർക്കും ഇക്വാലിറ്റി, എല്ലാവരും ഒരുപോലെ തന്നെ. ഈ പറയുന്ന ബാങ്കുകാരാണെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളെ ലോക്ക് ചെയ്യുന്ന ഒരു 3 കാര്യമുണ്ട്. അതായത് ഒന്ന്, നമുക്കൊരു ആരോഗ്യ പ്രശ്നം. ഓക്കെ, നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ നമ്മൾ ലോക്ക് ആയിപ്പോകും, അത് അവർ ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഫിനാൻസ് ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, അതായത് ബാങ്ക് എല്ലാവരും PMI ലോണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് കിടക്കുന്നു, അത്. മൂന്നാമതായിട്ടുള്ള ഈ ഒരു കറപ്ഷൻ, അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ നമ്മൾ അടിമയാണെന്നൊരു തോന്നല്. അപ്പൊ ഈ ഒരു 3 കാര്യം ഞാൻ മാറ്റുന്നതാണ്. ഓക്കെ, അതായത് എനിക്കിത് കൊണ്ട് മാറ്റാൻ പറ്റും, എന്നെ കൊണ്ടേ മാറ്റാൻ പറ്റും. കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം. ലോകത്തെ എല്ലാവരുടെ പട്ടികസുഖം മാറാൻ പോകുന്നു, ഭൂമിയെ കംപ്ലീറ്റ് ആയിട്ട് പച്ചവതിപ്പിക്കാൻ പോകുന്നു, ഭൂമിയുടെ അടിയിൽ വെള്ളം റീചാർജ് ചെയ്ത് അത് നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കാൻ പോകുന്നു. 5 വർഷത്തിനുള്ളിൽ കേരളം എന്നുള്ള നാട് മുഴുവൻ എന്റെ ക്യാൻസർ വെജ് കാർഡും ക്യാൻസർ ഫ്രൂട്ടി കാർഡുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. കുഞ്ഞുങ്ങളെല്ലാം മൊബൈൽ ഫോണിൽ നിന്നുള്ള അഡിക്ഷൻ മാറ്റാൻ പോകുന്നു, പ്രവാസികളെല്ലാം നാട്ടിൽ കൊണ്ടുപോകാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇത് ആർക്കും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ചെയ്യാൻ സാധിക്കും, അതാണ് എന്റെ കോൺഫിഡൻസ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ചെയ്ത് ഈ പറയുന്ന എയർ പൊല്യൂഷൻ ഇല്ലാതെ ഒരു ശുദ്ധമായ പ്രാണവായു എല്ലാം നൽകി ശുദ്ധമായ ഒരു ജീവിതം നാം നൽകുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് എന്റെ വാഗ്ദാനം.